കൂടി മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജ്യോതിഷ് സർ ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. ജ്യോതിഷ് കുമാർ സാറിനെ കുറിച്ച് പറയുമ്പം മുംബൈയിൽ ഇൻകം ടാക്സിൽ ഓഫീസറായിട്ടിരുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ശശി സാറുമായിട്ടാണ് ബന്ധപ്പെട്ട് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇത് വളരെ ചെറുപ്പമായിരുന്നു, 6-7 വർഷം മുമ്പ് അല്ലേ. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഫ്ലഡായി. ആ ഫ്ലഡിൻ്റെ സമയത്ത് കേരളത്തിലെ സർക്കാരിന് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെട്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളും അനുബന്ധ സംവിധാനങ്ങളൊന്നും എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപാട് NGOs കടന്നു വന്നു. അങ്ങനെ ശശി സാറിൻ്റെ അമ്മയുടെ ഒരു പേരിലുള്ളൊരു NGO ബോംബെയിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ അമ്മന്നനട, അതുപോലെ തന്നെ പാലിയക്കര 2 വില്ലേജിലായിട്ട് ഏകദേശം 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. അദ്ദേഹവും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് തരുന്നു. അന്ന് മലനാട് TV-യുടെ OB വാൻ സഞ്ചരിച്ചത് ഈ സാധനങ്ങളായിട്ടാണ്. അന്ന് മലനാട് TV-യുടെ OB വാൻ ഒപ്പം ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇൻകം ടാക്സിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള സാറാണ്. എന്തായാലും ആ ഒരു വലിയ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേഖലയിലിരുന്ന് ഏറ്റവും സൂപ്പർലേറ്റീവായിട്ടുള്ള പൊസിഷനിലിരുന്ന് സഞ്ചരിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക്, ഓരോ ഗ്രാമങ്ങളുടെ ഉള്ളറകളിലേക്ക് ചെളികളിലൂടെ മലകളിലൂടെയൊക്കെ നടന്നു കയറി വന്ന് ഞങ്ങളുടെ കൂടെ ജീവകാരുണ്യം നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് അവിചാരിതമായിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ ടീം ഇവിടെ ഹയാത്തിൽ വെച്ചിട്ട് വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിലാണ് മലനാട് TV എനിക്കറിയാം എന്ന് അദ്ദേഹം 10 വർഷത്തെ ചരിത്രം ഓർത്ത് പറയുന്നതും ഞങ്ങൾ വീണ്ടും ഈ വേദിയിലേക്ക് ക്ഷണിക്കും. എന്തായാലും അങ്ങയുടെ ഈ ഒരു ജീവിതത്തിനിടയിൽ എനിക്കൊന്ന് അമ്മയും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. അങ്ങയുടെ ജീവിതത്തിനിടയിൽ അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം സോഷ്യൽ ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ അവാർഡിന് അങ്ങയെ അർഹനാക്കിയത്. താങ്ക് യു മാഡം, താങ്ക് യു ജയേഷ് ജി. ഞാൻ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഫിക്കിയുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തന്നെ ബോൾഗാട്ടി ഹയത്തിൽ വെച്ച് നടന്ന പ്രോഗ്രാമിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. അദ്ദേഹം പറഞ്ഞ 5-6 വർഷം മുമ്പ് വളരെ ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പം കണ്ട വയസ്സനായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ മറ്റു കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര നല്ലതാണ്. ഞാൻ ഇവിടെ വന്ന് നിന്നാൽ ഒരു 15 കിലോ 20 കിലോ കൂടാറുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. ബോംബെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം പിന്നെ പണ്ട് ഞാനൊരു വെയിറ്റ് ലിഫ്റ്ററും ഒക്കെ ആയിരുന്നു. ഇപ്പം കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ സലിംകുമാർ പറഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും അഡ്രസ്സ് ചെയ്തൊരു കാര്യമാണ് യങ്സ്റ്റേഴ്സ് ഇവിടുന്ന് ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത് തന്നെ അന്ന് ഫ്ലഡ് നടക്കുന്ന സമയത്ത് ഈ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പം മലനാട് TV പോലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചാരിറ്റി ബേസ്ഡ് ആയിട്ട് മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അത്തരം വാർത്തകൾ മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ശശിയേട്ടനെയും ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും ഇതിനോടൊക്കെ ഉള്ളൊരു പ്രതിബദ്ധതയാണ് കണ്ടുമുട്ടാനുണ്ടായൊരു സാഹചര്യം. ഇപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു നേരത്തെ അവാർഡ് വാങ്ങിയവരും പറഞ്ഞു, ഈ യങ്സ്റ്റേഴ്സിൻ്റെ മൈഗ്രേഷൻ നമുക്ക് ഈ പ്രതിബദ്ധതയൊക്കെ നിലനിൽക്കുന്ന ചർച്ചയിൽ കൊണ്ടുവരുമ്പോഴും ഏറ്റവും പ്രമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതെന്ന് പേഴ്സണലായിട്ട് എനിക്കും അഭിപ്രായമുണ്ട്. ഞാൻ ഈ കുട്ടികളോടൊക്കെ ഞാനൊക്കെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് സാധാരണ നിലയിൽ നിന്ന് വന്ന് സിവിൽ സർവീസിലേക്ക് കടന്നു വന്ന ആളാണ്. ഇപ്പോഴും സ്കൂളിലും കോളേജിലും ചെന്ന് നമ്മളത് കൂടുതലും പറയാറുമുണ്ട്. ഞാനൊരു ബുക്കും എഴുതിയിട്ടുണ്ട്, ജയകുമാർ സാർ പ്രകാശനം ചെയ്തൊരു ബുക്കുണ്ട്, സിവിൽ സർവീസ് മലയാളത്തിൽ എങ്ങനെ എഴുതാം. കാരണം മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് സർക്കാർ ജോലി സാധ്യതകളെക്കുറിച്ച് അറിയാനും അതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടെ അത് ചെയ്തത്. അപ്പം യങ്സ്റ്റേഴ്സ് പോകുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ഹോപ്പ് കാണുന്നില്ല. ഇവിടെ ഒരു സംരംഭം തുടങ്ങിയാലോ അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി സാധ്യത തേടി നിന്നാലോ ഒരു കര എത്തിപ്പെടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഭയങ്കര പുറത്തെന്തോ കൂടുതൽ ഫ്രീഡം ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ പോകുന്ന പലരുടെ അവസ്ഥ അവർ പറയാൻ തയ്യാറാകുമെങ്കിൽ അറിയുന്നിടത്തോളം ഏതൊരു രാജ്യത്ത് ചെന്നാലും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം, എവിടെ പോയാലും സ്വന്തം നാട് വിട്ടുപോയാൽ വരത്തനാന്ന് പറയും നാടൻ ഭാഷയിൽ. ഇത് തന്നെയാണ് നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും
നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ നമ്മളവിടെ കഷ്ടപ്പെട്ട് ഒരുപാട് നയിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കും. പലപ്പോഴും ഇവിടെ പേരൻസ് മാത്രം ഒതുങ്ങുന്ന വലിയ 5000-10,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. എന്നിട്ട് ചുറ്റും ക്യാമറയും വെച്ചിട്ട് അമേരിക്കയിൽ ഇരുന്നിട്ട് മക്കൾ കാണുകയാണ് അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇത് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ച ആളും പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയത്രയും പൈസ കൊണ്ടേ ആശുപത്രിയിലും അവിടെ ഇവിടെയും കൊടുക്കേണ്ട അവസ്ഥ. അപ്പം ശരിക്കും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയാൽ നമ്മളെ നാട് വിട്ട് പുറത്തു പോയി സമ്പാദിച്ച് എന്തെങ്കിലും കാലത്ത് തിരിച്ചു വരുന്നതിലൊരു മീനിങ് ഉണ്ടോ എന്നുള്ളത് ചിന്തിപ്പിക്കുന്ന തരത്തിൽ എവിടുന്നെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. മുല്ലപ്പെരിയാറിൻ്റെ സംരക്ഷണം പോലെ തന്നെ അതിനെപ്പോലെ തന്നെ അപകടകരമായൊരു സംഭവമാണ്. കാരണം ഞാൻ അടുത്തിടയ്ക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് പഞ്ചാബിൽ ഒരു മാസം ഉണ്ടായിരുന്നു. പഞ്ചാബിലെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്? ഒരു 60-ന് മുകളിൽ പ്രായമുള്ള കുറച്ച് കാരണവന്മാരും ലഹരിക്ക് അടിമപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു യങ് ജനറേഷനും മാത്രമാണ് ഇപ്പോൾ ആ സംസ്ഥാനത്ത് ബാക്കിയുള്ളത്. കേരളത്തിന് അങ്ങനെ സംഭവിച്ചുകൂടാ. നമുക്കിവിടെ നിലനിൽക്കുന്ന രീതിയിൽ യങ് ജനറേഷൻ നിലനിൽക്കുന്ന രീതിയിൽ അവരുടെ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, വിജയിപ്പിക്കണം. കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിൽ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ളതാവണം എന്നൊരു വ്യക്തിപരമായ റിക്വസ്റ്റ് കൂടി ഈ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പറയാണ്. മേഡത്തിനും എന്തോ അതിൽ ഷെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മേഡത്തിനൊന്ന് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ വലിയൊരു കൺസേൺ ഇവിടുന്ന് ചെറുപ്പക്കാർ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതൊരു മാധ്യമത്തിൻ്റെ വേദി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അത് സാറ് സൂചിപ്പിച്ചു, അവിടെ പോയാൽ എന്ത് സ്വർഗമാണ് അവിടെ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരും ആരും പുറത്തേക്ക് പോകേണ്ടതില്ല. കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാർ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന വലിയൊരു പദ്ധതിയുണ്ട്. അതാണ് ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്നത്. എല്ലാ രംഗത്തും സ്വാശ്രയത്വത്തിലേക്ക് പോവുക. ദ മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് ഫോർ ദ വേൾഡ്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൃഷിയും കാർഷിക വ്യവസായങ്ങളും കാർഷികോൽപ്പന്നങ്ങളും മാത്രമല്ല, വലിയ മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഇവിടെ നമ്മൾ സ്വയം സ്വാശ്രയത്തിലേക്ക് വരികയും അത് സൗഹൃദ രാജ്യങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുകയാണ്. അതായത് ഭാരതം ലോകത്തിൻ്റെ മുഴുവൻ ഒരു ലക്ഷ്യസ്ഥാനമായിരിക്കുന്നു. അല്ലെങ്കിൽ ഭാരത് ഷുഡ് ബിക്കം ദ വേൾഡ്സ് ഡെസ്റ്റിനേഷൻ. ആ ഒരു കൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും മലനാട് പോലുള്ള മാധ്യമങ്ങളും വളരെയധികം ഇത്രയധികം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പല പരിപാടികളും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. ഒപ്പം ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ ആസ് എ ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഇൻ്റലിജൻസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഈ ടാക്സ് പുതിയ നികുതി സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. GST വന്നു, നമ്മളുടെ പല സെസ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പോലും കോമൺ GST കടന്നു വരുന്നു. GSTയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവ്യക്തതയെ സംബന്ധിച്ചിട്ട് ഇന്ന് നിലവിലുണ്ട്. പലപ്പോഴും സംരംഭകരൊക്കെ GST അടയ്ക്കാത്ത പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് മലനാട് ജീവിക്ക് 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒന്ന്, കേരളത്തിലെ കേബിൾ ശൃംഖലകൾ, മലനാട് ജീവിയെ ക്യാരി ചെയ്യുന്ന കേബിൾ ശൃംഖലകൾ നമ്മളിൽ നിന്ന് വാങ്ങുന്ന 250 രൂപയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് 18%. ഈ 18% ടാക്സ് ഒരു വീട്ടുകാരൻ കൊടുക്കുമ്പോൾ ഹെഡ് എൻഡിൽ കേബിൾ ഓപ്പറേറ്ററാണ് ഈ ടാക്സിൻ്റെ റെസിപ്റ്റ് നമുക്ക് തരുന്നത്. ഹെഡ് എൻഡിൻ്റെ ആണ്, അതായത് കേരള വിഷൻ, ഏഷ്യാനെറ്റ്, ഡെൻ നെറ്റ്വർക്കിൻ്റെ റെസിപ്റ്റ് ഈ സാധാരണക്കാരന് കൊടുക്കുന്നുണ്ട്. ഈ കേബിൾ ഓപ്പറേറ്റർ നമ്മുടെ 250 രൂപ വാങ്ങുന്നു, ഹെഡ് എൻഡിന് അടയ്ക്കുന്നത് വെറും 30 രൂപയാണ്. ഹെഡ് എൻഡിൻ്റെ റെസിപ്റ്റിലാണ് വാങ്ങുന്നത്. ഇവർക്ക് പിന്നീട് ഹെഡ് എൻഡിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള വിഷനും ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ വലിയ GST കുടിശ്ശിക ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് പുതിയ കുടിശ്ശികകൾ വരുമ്പോൾ ഈ പറയുന്ന ഇൻകം ടാക്സ് ആയാലും GST ആയാലും കടന്നു വരുമ്പോൾ അതിനൊരു അവയർനെസ് ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. അതിനെ മീഡിയകൾ സപ്പോർട്ട് ചെയ്യണം. അത്തരം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ജനങ്ങളോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണത്. കാരണം അവ്യക്തതകൾ പലപ്പോഴും അത് കുറ്റകൃത്യങ്ങളായിട്ട് വരികയും പണിഷ്മെൻറ്റ് ചെയ്യപ്പെടുകയും സംരംഭകർ ഡെസ്പാകുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊന്നു ഈ അവയർനെസ്, ടാക്സ് റിലേറ്റഡ് അവയർനെസ്, ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി ഇൻകം ടാക്സ് എടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. പലപ്പോഴും ടാക്സിൻ്റെ GST ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും ഒക്കെ റൂൾസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വെർനാക്കുലർ ലാംഗ്വേജിലായിരിക്കില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. കാരണം പലപ്പോഴും അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ വക്കീലിനോ വഴങ്ങുന്ന ഭാഷയായിരിക്കും. അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ മാഡവും ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ടാക്സിൻ്റെ ഒരു മലയാള പരിഭാഷ
നമ്മൾ സാധാരണക്കാരനത് മനസ്സിലാകുന്ന രീതിയിൽ. മാത്രമല്ല ഇപ്പം ടാക്സ് വളരെ സിംപ്ലിഫൈ ചെയ്തു, എല്ലാം ഓൺലൈനാക്കി. പഴയതുപോലെ അതൊക്കെ ഈ അടുത്ത കാലത്ത് ഈ ഒരു 10 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള പരിഷ്കരണങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് ഫേസ്ലെസ്. നേരത്തെ ഒരുപാട് ഓഫീസർമാരുടെ മുമ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കറപ്ഷൻ പോലുള്ള ഇഷ്യൂസ് ഇപ്പം ആരുടെ പക്കലാണ് ഒരു അസസിയുടെ ഫയലെന്ന് പോലും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. നേരിട്ട് ഓൺലൈനിലൂടെ നമുക്ക് എന്ത് പരാതിയും പരിഹരിക്കാം. എന്ത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും ഓഫീസറെ നേരിട്ട് കാണേണ്ടതോ ഓഫീസറുമായി സംസാരിക്കേണ്ടതോ ആവശ്യമില്ല, പൂർണ്ണമായും ഓൺലൈനിലൂടെ പരിഹരിക്കാം. പിന്നെ ഇതുപോലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്നുള്ള പേരിൽ ഞങ്ങൾക്ക് ഓരോ ഓഫീസർക്കും ടാർഗറ്റ് തന്നെയുണ്ട്. അപ്പം സമൂഹത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ടാക്സ് പ്രാക്ടീഷണേഴ്സ്, അത് എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പലപ്പോഴും പറ്റുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റുകൾ പറ്റുന്നത്. അത് ഒരു റെയ്ഡിലോ കലാശിക്കാനോ അറസ്റ്റ് ചെയ്യപ്പെടാനോ ഒന്നും ആരും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ ധാരാളം നടത്തുന്നുണ്ട്. പിന്നെ ഇത് ടാക്സ് ഇവേഷൻ അല്ലാതെ ടാക്സ് പ്ലാനിങ് നടത്താം. നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ സേവ് ചെയ്യാം, എന്തിലൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ടാക്സിൽ നിന്നും പ്ലാനിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങുമ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പരമാവധി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡാണ് ഇതൊക്കെ. ഒരുപക്ഷെ കോംപ്ലിക്കേഷൻ കൂടുന്തോറുമാണ് ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് വരാൻ ഒരു വിമുഖത കാണിക്കുക. ഇപ്പം മേഡം പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് സപ്പോർട്ട്, അത് ലോണുകളിലൂടെ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രോഗ്രാമുകളിലാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളും റോസ്ഗാർ മേള നടത്തി, നമ്മളുടെ ഓരോ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും റോസ്ഗാർ മേളകൾ നടത്തി സാധാരണപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരുപാട് ജോലി സാധ്യത. ഞങ്ങൾക്കും അത് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം കേരളം പോലുള്ള സ്ഥലത്ത് ഓൾ ഇന്ത്യ സർവീസസിൽ ആർക്കും വരാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന് ഇവിടെ വരുമ്പം ഭയങ്കര കൾച്ചറൽ ഡിഫറൻസ്, ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റോസ്ഗാർ മേള നടത്തിയതോടുകൂടി നമ്മുടെ ഇവിടുത്തെ തന്നെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ടും MTS എന്ന് പറയും, മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞ മൾട്ടി ലെവൽ ഇതിലുള്ള സ്റ്റാഫ്, അത് ഒരുപാട് ആൾക്കാർ റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ, ഇപ്പം എനിക്ക് തോന്നുന്നു ജയശേട്ടനും അറിയാം, നമ്മളൊക്കെ പണ്ട് കാലത്ത് ഇൻകം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളവിടെ എല്ലാവരെയും സ്വീകരിച്ച് ഞങ്ങളിലേക്ക് എത്താൻ പോലും ഉള്ള സാധ്യത നമ്മൾ കുറയ്ക്കുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ കാര്യങ്ങൾ പറയൂ, ഞങ്ങൾ പരമാവധി അതൊക്കെ പരിഹരിച്ച് തരാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അത് ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒരു മാധ്യമ പ്രവർത്തക രംഗത്തുള്ള വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി. GST ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി, നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയ്പാൽജി ഉൾപ്പെടെ ഇവിടെയുണ്ട്. 50,000-ൽ പരം അംഗങ്ങളുള്ള സംഘടന. അവർക്ക് GSTയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. നമ്മൾ MSME മിനിസ്റ്റർ ഉൾപ്പെടെ നിർമ്മലാജിയുടെ അടുത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഇവിടെ ഉള്ളപ്പം ഇതൊരു പ്രോപ്പർ ചാനലാണ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ. തീർച്ചയായിട്ടും സമയം, നമ്മൾ എല്ലാവരുടെയും സമയം ഒന്ന് കടമെടുക്കണം കേട്ടോ. ചില സംരംഭകർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സാറിനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തലവനാണ്. ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു സംരംഭകന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ കരകയറ്റാൻ പറ്റും, അദ്ദേഹം ഒന്ന് കഴിഞ്ഞാൽ. അപ്പം ഇത് അറിവില്ലായ്മയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ടാക്സിനെ സംബന്ധിച്ചിട്ട് അറിവില്ലായ്മ സംരംഭകർക്ക് വരുന്നുണ്ട്. ആ സംരംഭകർ ആ അറിവില്ലായ്മ കൊണ്ട് ഒരു സംരംഭം നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അവരെ ജയിലിലിടുക, അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുക. ഒരുപക്ഷെ സംരംഭകന് ടാക്സ് അടയ്ക്കാനുള്ള കാലതാമസം കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, GST വകുപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ചേച്ചി പറഞ്ഞ പോലെ നമ്മളിവിടെ MSME ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കോവിഡ് സമയത്ത് പ്രൊഡക്ഷൻ സെക്ടറും സർവീസ് സെക്ടറും ഒന്നിച്ചാക്കിക്കൊണ്ട് സർവീസ് സെക്ടറിനും പ്രൊഡക്ഷൻ സെക്ടറിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ MSME പോയത്. ഇപ്പോൾ 5% GST ആണ് സർവീസ് സെക്ടറിൽ കൊടുക്കുന്നതെങ്കിൽ അത് പ്രൊഡക്ഷൻ സെക്ടറിൽ 1% ഉള്ളൂ. അപ്പോൾ ആനുകൂല്യം, ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആനുകൂല്യം ഞങ്ങൾക്കും കൂടി കിട്ടണം, അതായത് ഇവിടുത്തെ സർവീസ് സെക്ടറിന് കിട്ടണം. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയാണ് ഈ സെക്ടർ നേരിടുന്നത്. അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.